ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുക്കറിലാണ് ഞാനൊരു ചിക്കൻ മന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. പെട്ടെന്നൊരു മന്തിയൊക്കെ കഴിക്കാനൊക്കെ തോന്നിയാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൊരു മന്തി റെസിപ്പിയാണിട്ടത്. പിന്നെ ഈ ഒരു മന്തിക്കൊപ്പം കഴിക്കാൻ പറ്റുള്ള നല്ലൊരു ചട്നി കൂടെ തയ്യാറാക്കി കാണിക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ രുചിയിലുള്ള മന്തിയാണിട്ടത്. പിന്നെ കുക്കറിലാവുമ്പോൾ അടുക്കി പിടിക്കുക എന്നുള്ള പേടിയോ പിന്നെ വെന്ത് കുഴഞ്ഞ് പോകുക എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ചെറിയൊരു സവാള കട്ട് ചെയ്തിട്ട് കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. ഇവിടെ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചിക്കന് ചെറിയൊരു കളർ കിട്ടാനായിട്ട് ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേർക്കണമെങ്കിൽ കളർ ചേർക്കുക. ഞാനിവിടെ ചിക്കനിൽ കളർ ചേർക്കണില്ല. പിന്നെ എരിവുള്ള മുളക് പൊടി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകാണ് ചേർക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് മാഗിയുടെ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1.5 ഭാഗത്തോളമാണ് കേട്ടോ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു 1/4 കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം. മാഗിയുടെ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഈ ഒരു സമയത്ത് ചേർക്കണ്ട കേട്ടോ. എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ചേർത്താലും മതി. ഇതിൽ നല്ലോണം ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. മാഗിയുടെ ചിക്കൻ ക്യൂബിൽ അത്യാവശ്യം നല്ല ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു ചിക്കനൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു ചിക്കനൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു ചിക്കനൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു 1/2 ഭാഗത്തോളം മാത്രം ചിക്കനൊന്ന് വേവിച്ചെടുത്താലും മതി. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ചിക്കൻ വേവിച്ചെടുക്കാൻ. ചിക്കൻ ഞാൻ മറ്റേ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്ത് വരട്ടെ. ഇനി നമുക്ക് മന്തിക്കുള്ള റൈസ് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 4-5 ഗ്രാമ്പും 2 കഷ്ണം പട്ടയും 2 ഏലക്കയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തക്കോലം കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം 2 ഡ്രൈ ലെമണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ലെമൺ ആയതുകൊണ്ടാണ് 2 ഇട്ട് കൊടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 മതിയാകും. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് മന്തി റൈസാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അരി നമ്മൾ ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. 1/2 ഭാഗം മാത്രം വെന്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ചിട്ട് ഒരു 1/2 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് എടുക്കാം കേട്ടോ. അതിപ്പോൾ ഒരു 1/2 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ 1/2 ഭാഗത്തോളം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു റൈസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള ചിക്കൻ മന്തി വേറെ അല്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഒരു പ്രാവശ്യം ചിക്കൻ മന്തി ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ റെസിപ്പി തപ്പിയിട്ടൊന്നും പോകില്ല കേട്ടോ. ഇതേപോലെ തന്നെ ഉണ്ടാക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തിയാണ് കേട്ടോ അത്. ഞാനിവിടെ റൈസ് മൊത്തത്തിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു 3-4 പച്ചമുളക് ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഈ ഒരു റൈസ് വെന്ത് കഴിഞ്ഞാൽ ഈ ഒരു പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു മണമായിരിക്കും കേട്ടോ ഈ ഒരു റൈസിന്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫുഡ് കളറാണ് ചേർക്കേണ്ടത്. ഇത് നിർബന്ധമല്ല കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഫുഡ് കളറൊക്കെ ചേർത്താൽ മതി. ഇവിടെ മഞ്ഞൾപ്പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫുഡ് കളർ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. റെഡ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഇത് ഒട്ടും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഭംഗിയൊക്കെ കിട്ടാനായിട്ടാണ് ഈ ഒരു റെഡ് ഫുഡ് കളർ ചേർത്തിട്ടുള്ളത്. വെറും മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്താലും മതി. ഒരു റൈസിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു ചാർക്കോൽ കത്തിച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചാർക്കോൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിരട്ട കത്തിച്ചിട്ട് കണലാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കുക്കർ അടയ്ക്കാം. കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരയ്ക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് വരട്ടെ കേട്ടോ. ഒരു വിസിൽ വരുന്നത് വരയ്ക്ക് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ചട്നി റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ മിക്സിയിൽ ചെറിയൊരു ജാർ എടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 3 സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള ആയത് കാരണമാണ് കേട്ടോ 3 എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. 2 പച്ചമുളകാണ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്.
ഇതിലേക്ക് 2 തക്കാളിയാണ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ചെറിയൊരു പിടിയോളം മല്ലിയില കൂടെ ചേർക്കുക. ഈ ഒരു മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കാണ്ട് തന്നെ അരച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. തക്കാളിയിലും സവാളയിലൊക്കെ ആ ഒരു ജ്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പാണ് ചേർക്കുന്നത്. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വിനെഗർ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചട്നി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. വിസിലിന് ശേഷം നമ്മുടെ മന്തി ഇതേ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചോറൊന്നും അധികം വെന്ത് പോയിട്ടൊന്നുമില്ല. കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ആ ഒരു ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിക്കൊന്നും പിടിക്കാണ്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ ആ ഒരു റൈസൊക്കെ ഒന്ന് എടുത്തു മാറ്റിയതിന് ശേഷം അടിയിലുള്ള ആ ഒരു ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പ്രാവശ്യം ചിക്കൻ മന്തി ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും തയ്യാറാക്കൂട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മന്തിയാണ്. പിന്നെ ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാനും വളരെ എളുപ്പമല്ലേ. ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു ചട്നി കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.